ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇറ്റ്സ് മീ വിന്നൂസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പം കുറേ കാലമായി, ഒരു 2 മാസമായിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അമ്മൂടെ നല്ല ഉറക്കമാണ് കേട്ടോ. അതാണ് അമ്മൂടെ നല്ല ഉറക്കിലാണ്. അപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ എടുക്കുന്നത്, രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മൾ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനുണ്ട്. പതുക്കെ പതുക്കെ നമ്മളെന്തായാലും പറയുന്നതാണ്. പിന്നെ ഇത്ര ദിവസം വീഡിയോ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കും അറിയില്ല. എന്തോ ഞാൻ ഫുള്ള് ഇതിലിങ്ങനെ പോവുകയാണ്. എന്താ എനിക്ക് പറ്റിയത്? പഴയ ഞാനാവും എനിക്ക് പറ്റുന്നില്ല, എന്തോ എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. നമ്മൾ വീഡിയോ ചെയ്യാഞ്ഞിട്ടൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താണ് വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പേഴ്സണൽ കാര്യങ്ങളൊന്നുമില്ല, ആരും പേടിക്കാൻ മാത്രമൊന്നുമില്ല. അപ്പം ഞാനിപ്പം ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ പരപ്പനങ്ങാടി, നമ്മുടെ നാട്ടിൽ തന്നെ പരപ്പനങ്ങാടി അയ്യപ്പങ്കാവ് സ്ഥലത്ത് ഒരു വണ്ടീൻ്റെ ഹീറോൻ്റെ കമ്പനിയിലാണ് കേട്ടോ. സംസാരിക്കാൻ പറ്റുന്നില്ല, നാകുമ്പോൾ 2 സ്ഥലത്ത് പുണ്ണുണ്ടായിട്ടുണ്ട് പറഞ്ഞില്ലേ. പുണ്ണ്, പിന്നെ സൗണ്ട് തന്നെ കണ്ടില്ലേ, ഒരു മറ്റേ സോഡേൻ്റെ മൂടി തുറന്ന പോലത്തെ സൗണ്ട്. എന്താ ചെയ്യുക, അപ്പം സൗണ്ടും പോയിരിക്കുകയാണ്. ജലദോഷം, തൊണ്ടവേദന ഒക്കെ ആയിട്ട് സീനായിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. ഇപ്പോൾ എൻ്റെ മനസ്സൊക്കെ ഓക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ വർക്കും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ ഫുള്ള് ബിസി കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുന്ന സമയത്ത് ചെറിയൊരു കുറച്ച് വീഡിയോ, എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് അതിൽ ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്താ കാര്യങ്ങളും ഒക്കെ പറയാം. അപ്പം നമ്മളെ വീഡിയോ ആരെങ്കിലും കുറേ കാലമായി, ആരെങ്കിലുമൊക്കെ വരുമോ കാണാനൊന്നും അറിയില്ല. എന്നാലും നമ്മളെ മിസ് ചെയ്ത കുറേ ആൾക്കാരുണ്ടാവും. ഇനി ഞാൻ തിരിച്ചു വരും. എല്ലാവരും കട്ട സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. ഹലോ, അപ്പോൾ നമ്മളിതാ എന്താ ചെയ്യുക, ഈ സൗണ്ട് റെഡി ആവണേ ഇല്ല. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ റെഡി ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയൊരു വ്ളോഗ് എടുത്തിരുന്നതായിരുന്നു കേട്ടോ. അത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ എൻ്റെ വീട്ടിലിരുന്ന്, നല്ല മഴയാണ് കേട്ടോ. രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് വീട്ടിലായതുകൊണ്ട് നേരം വൈകി എണീക്കും, അല്ലെങ്കിലും നേരം വൈകിട്ട് തന്നെ എണീക്കുക. എന്നാലും 9 മണിക്ക് പോകാനുണ്ടെങ്കിൽ 8:15 എണീക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ എന്താ ചെയ്യുക. അപ്പം എണീച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ട്, അപ്പം വീട്ടിലാവുമ്പോൾ അമ്മയാണ് ആദ്യം നോക്കാറ് കേട്ടോ. എൻ്റെ അമ്മയായിരുന്നു നോക്കാറ്. അവിടെ ആകുമ്പോൾ അവിടുത്തെ അമ്മയാണ് നോക്കാറ്. അപ്പോൾ എണീച്ച് വന്ന കോലാണ് ഞങ്ങളത് കേട്ടോ. എണീച്ച് വന്ന് അമ്മയോട് ചായ കൊടുക്കുക, ഞാൻ ചായ കുടിക്കുക, മാറ്റുക, പോവുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് പണി കാര്യങ്ങളൊന്നുമില്ല. അപ്പം ദോശയായിരുന്നു കേട്ടോ, ദോശയും മീൻകറിയായിരുന്നു. അപ്പോൾ അത് കഴിക്കുകയായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും അമ്പടും കൂടി അങ്ങനെ കഴിക്കുക ചെയ്യാറ്. അത് കഴിഞ്ഞ് ഞാൻ അമ്പടിനെ കുളിപ്പിച്ചൊക്കെ കൊടുത്ത് മാറ്റി സുന്ദരനാക്കിയതിന് ശേഷം അച്ഛൻ പണിക്ക് പോകാൻ അച്ഛൻ പണിക്ക് പോകുന്ന സമയത്ത് അച്ഛൻ കുറേ കളിപ്പിക്കും. അത് കഴിഞ്ഞ് അമ്മേൻ്റെ കയ്യിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അത് അമ്മേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അതാ നോക്കുന്നുണ്ടോ, അച്ഛൻ പോകുന്നതിന് താല്പര്യമില്ല. അപ്പം അതിനിങ്ങനെ അറുത്ത് കരയുക, അച്ചപ്പ പോവല്ലേ, അച്ചപ്പ എന്ന്. അപ്പോൾ ഇനി ഇവിടെ അമ്മയും അതും മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനും അച്ഛനും പോവാണ് കേട്ടോ. ഏട്ടൻ അവിടെ നമ്മളെ ചേർക്കോട് വീട്ടിലാണ്. ഏട്ടൻ വൈകിട്ട് വരികയാണ് കേട്ടോ ചെയ്യാറ്. വൈകിട്ട് പോയിട്ട് പിറ്റേ ദിവസം പോവും. അങ്ങനെ വൈകിട്ട് വരിക ചെയ്യാറ്. ഏട്ടൻ ഒന്നരാട ഇടവിട്ട് വരിക ചെയ്യില്ല. അപ്പം ഞാൻ മാറ്റിയതാ പോവാണ്.
9 മണിക്കാണ് കേട്ടോ അവിടെ എത്തേണ്ടത്. 9 മണി മുതൽ 6 മണി വരെ അങ്ങനെയാണ് സമയമൊക്കെ. അപ്പോൾ അത് നമ്മളെ മുന്നത്തെ വീടാണ്, അവിടെ ആരുമില്ല അപ്പോൾ പണി കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അത് വാടക വീടാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി. നമ്മളെ റോഡിൽ നിന്ന് ചെറിയ വഴിയാണ്, എന്നിട്ട് നമ്മളെ വീട്ടിലേക്ക്. അപ്പോൾ അതാ റോഡിലെത്തി, ബസ് കയറി, അതായത് ഓഫീസിലെത്തി. അപ്പം വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ ഓരോ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. നമ്മൾ കുറച്ച് ഷോർട്ടായിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ കുറേ ആയി ഇപ്പോൾ വീഡിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം എന്താ എനിക്കറിയില്ല, ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഒക്കെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും, ശരിയാവും വിചാരിക്കുക. പഴയ അങ്ങോട്ട് എനർജി അങ്ങോട്ട് കിട്ടുന്നില്ല. അതാണ് വീഡിയോ എടുക്കാനും ഉള്ളൊരു മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ആയിട്ട് പഴയ ഒരു എനർജി നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെ മനസ്സൊന്ന് റെഡി ആവണ്ടേ. സെറ്റ് എന്താ പ്രശ്നം, എന്താ കാര്യം ഒന്നും എനിക്കറിയില്ല. എന്തോ അപ്പോൾ വൈകുന്നേരമൊക്കെ ആയി. നമ്മൾ അവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളതവിടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വീട്ടിലേക്ക് വന്നപ്പോൾ അമ്പട് ഇവിടെ എന്നെ കാത്ത് നിൽക്കുന്നു. ഇവിടെ ഒരുക്ക അമ്മമ്മയ്ക്കും മോനും കുറേ കലാപരിപാടികളാണ് പണി. റൂമിൽ കുറേ കാര്യങ്ങളും ഒക്കെ പരത്തി വെച്ചിട്ടൊക്കെ ഉണ്ടാവും. എന്നിട്ട് അമ്മ പിന്നെ ചീത്ത പറയുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അമ്മ എടുത്ത് കളിച്ചോട്ടെ മക്കളല്ലേ, അതല്ലേ ഇതില്ലെന്നൊക്കെ പറയും. അപ്പോൾ അത് ഞാൻ വന്നപ്പോൾ തന്നെ ബാഗിൽ നിന്ന് മുട്ടായി എടുക്കാനും, ബാഗിൽ മുട്ടായി അമ്മ മുട്ടായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ അമ്മ പറയും അമ്മമ്മയ്ക്ക് ഒന്ന് തരുമെന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ അവന് മുട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് കൊടുത്തിട്ട് വേറെ ഒന്നേലും കാണും. അതുകൊണ്ടാണ് അമ്മയ്ക്ക് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇനി അത് പൊച്ച് തരാൻ വേണ്ടിയിട്ട് പറയുക, കൊച്ച് എന്ന്. അപ്പോൾ പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെന്ത് ചെയ്ത്, എന്തായാലും ഫ്രീ അല്ലേ. അപ്പം അമ്മ നീച്ച് വന്നപ്പോൾ തന്നെ അമ്മ അതവിടെ പത്തിരിപ്പണിയിൽ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇപ്പോൾ വെറുതെ ഇരിക്കില്ല, ഇപ്പോൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളെ ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്തിട്ട് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കറണ്ട് അതിൻ്റെ ഇടയിൽ പോയി. അമ്മ പത്തിരി എന്താ കറിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചേർക്കോട് വീട്ടിലാണ്. അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് വരും. ഒരു ദിവസം ഇവിടെയാണെങ്കിൽ ഒരു ദിവസം അവിടെ, ഒരു ദിവസം ഇവിടെയാണെങ്കിൽ ഒരു ദിവസം അവിടെ. അതൊക്കെയാണ് നമ്മളെ പ്രശ്നം, വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് ബോറടിക്കില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷെ നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താണ് വീഡിയോ ചെയ്യാത്തത്, പഴയൊരു ഇതൊന്നും ഇല്ലല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള അതിനുള്ള ഇൻട്രസ്റ്റ് വേണ്ടേ, നമുക്ക് അതിനുള്ളൊരു താല്പര്യം വേണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് നമുക്ക് ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പം അമ്മ അവിടെ പത്തിരിക്ക ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വന്ന് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വൃത്തിയാക്കി. ഇനി കുറേ ഡ്രസ്സ് എടുക്കാണ്ട് കണ്ടോ കുറേ ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങളൊക്കെ കിടക്കുകയാണ്. അപ്പോൾ വേഗം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചൊന്ന് സെറ്റാക്കിയതിന് ശേഷം പല്ലൊക്കെ തേച്ച് പോയി ബ്രഷ് ചെയ്തതിന് ശേഷം അമ്മയും ബ്രഷ് ചെയ്ത് വന്ന് അതവിടെ ഇരുന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ തുടങ്ങി കേട്ടോ. പത്തിരി എന്താ കറിയെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇതിലാവട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മൂനും കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ കഴിക്കുന്നുണ്ട്. അമ്മയിൽ ഓരോ വികൃതികൾ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാട്ടുന്നുണ്ട്. അപ്പം വീട്ടിലാകുമ്പോൾ നമ്മൾ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇരിക്കാനും കളിക്കാനും ഒക്കെ നമുക്ക് സമയം കിട്ടുന്ന ഒരു സൺഡേ ആണ്. അവിടെ ആയാലും സമയം കിട്ടാഞ്ഞിട്ടല്ല കേട്ടോ. നമ്മൾ അവിടെ ഉണ്ടായതുകൊണ്ട്, അവിടെ ഇപ്പോൾ അവിടെ മോളും ഉണ്ടല്ലോ, മോളും ഉണ്ടായതുകൊണ്ട് നമ്മൾ വേഗം ഓരോരുത്തരും കിട്ടുന്ന സമയം കൊണ്ട് വേഗം ഭക്ഷണം കഴിക്കുക. വെറുതെ ഇരിക്കുന്ന ഒരു സമയം ഉണ്ടാവില്ലല്ലോ. പിന്നെ അപ്പം അടുത്ത് ഇങ്ങനെ കൊടുക്കുക, മറ്റേത് കഴിക്കുന്നൊന്നുമില്ല. അമ്മ കഴിച്ച അമ്മ പോയി. പിന്നെ ഞാനിരുന്ന് ചിക്കൻ പൊരിച്ചതോ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു കേട്ടോ. കറി എങ്ങനെയെങ്കിലും കറിയിൽ വല്ലാണ്ട് കൂട്ടാറോ അങ്ങനെയൊന്നുമില്ല. അപ്പം അമ്മ പോയി പച്ചക്കറി എടുത്തിട്ട് വരാമെന്നുണ്ട്. പച്ചക്കറി ചെമ്മീൻ പൊരിച്ചതായിരുന്നു. ചെമ്മീൻ പൊരിച്ചതും ഇത് പത്തിരി ഇടുന്നു കേട്ടോ. അമ്മയ്ക്ക് ചെമ്മീൻ പൊരിച്ച് വേണ്ടായിരുന്നു. അപ്പം അമ്മ പച്ചക്കറി കഴിച്ചത്. അപ്പോൾ പിന്നെ ആദ്യം ചായയൊക്കെ കൊടുത്തിരുന്നു കുറച്ച്. പിന്നെ നമ്മളെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിൽ വെച്ച് കൊടുക്കും, അത് കഴിക്കും. അപ്പോൾ പത്തിരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് തരിക. നമുക്ക് അപ്പം പറഞ്ഞിട്ട് നമ്മളെ പാത്രത്തേക്ക് ഇട്ട് തരിക.
അത് ഞാൻ എൻ്റെ ഇടയിൽ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്, നിങ്ങളതിന് എനിക്കും അറിയില്ല കേട്ടോ. കുറേ ടൈം എടുത്ത് നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്പീഡാക്കിയത്. അത് എന്താ ചെയ്യുക. അപ്പോൾ അച്ഛൻ എണീച്ചിട്ടില്ല തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ പണിക്കിട്ട് പോയിട്ടുണ്ടാവും. കറക്റ്റ് നമുക്ക് ഇതിൽ കാണുന്നില്ല അച്ഛൻ പണിക്ക് പോയി കേട്ടോ. ഇത് 2ാമത്തെ വീഡിയോ അല്ലേ. അച്ഛൻ പണിക്ക് പോയിരുന്നു. അപ്പം അമ്മ അതിൻ്റെ ഇടയിൽ എന്തോ പാത്രം എടുക്കാനോ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം അതിലേക്കുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ, നമ്മൾ മേലെയാണ് കേട്ടോ, നമ്മൾ അടുക്കളയിൽ കുറേ പാത്രങ്ങൾ വെക്കാറൊന്നുമില്ല. നമ്മൾ മേലെ കൊണ്ടുപോയി കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി കെട്ടി വയ്ക്കുക ചെയ്യുക. ആവശ്യത്തിന് എടുക്കാമല്ലോ. ആകെ അമ്മയും അച്ഛനും എല്ലാം ഉള്ളൂ വീട്ടിൽ. കുറേ പാത്രങ്ങൾ അവിടെ ഇവിടെ ഇട്ട് ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മേലെ നല്ല വൃത്തിയിൽ അവിടെ ചാക്ക് കെട്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് അമ്മ എടുത്ത് കൊണ്ടുവരിക ചെയ്യുക. അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മൾ മേലെ എടുത്ത് വെക്കുകയായിരുന്നു. മേലെ നമ്മൾ ഷീറ്റൊക്കെ കെട്ടിക്കൊണ്ട് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ആവശ്യത്തിന് അവിടെ പോയി എടുത്താൽ മതിയല്ലോ. വെറുതെ നമ്മൾ ഉള്ളിൽ വെച്ച് നമ്മൾ സ്ഥലം മെനക്കെടിക്കണ്ടല്ലോ. അപ്പോൾ അതെടുത്തുകൊണ്ടിരാൻ പോയിരിക്കുന്നു അമ്മ. അപ്പോൾ ഉണ്ടോ, അതെടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും, ഇത് പോരെ എന്നൊക്കെ ചോദിക്കാം. അത് കഴിഞ്ഞ് അമ്മ അങ്ങോട്ട് പോയി. അമ്മേൻ്റെ കാര്യങ്ങളൊക്കെ ആയി. നമ്മളിതവിടെ ഞാനും അമ്മ ഓരോന്നിങ്ങനെ സൺഡേ ആണിട്ട് എനിക്കെൻ്റെ മോനെ എപ്പോഴും സംസാരിക്കാനും കളിക്കാനും ഒക്കെ കിട്ടുന്ന സമയം. ആ സമയം ഓൻ്റെ കൂടെ എപ്പോഴും അധികം നിൽക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.